Tincys Academy, an institute for your future. Hi guys, welcome back to another video of Tincys Academy. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് സ്പീക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ്. മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് നമ്മളോട് പറയാറുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയാമോ? ഞങ്ങൾ നന്നായിട്ട് എല്ലാ ടാസ്കുകളും ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു, ബട്ട് ദ പ്രോബ്ലം ഇസ് ഞങ്ങൾക്ക് 340 ആണ് സ്കോർ കിട്ടുന്നത്. അപ്പോൾ അതിന് കാരണം എന്താണ്? നമ്മുടെ ഓപ്പൺ അപ്പ് സെൻറ്റൻസിൽ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണ്? നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ, അല്ലേ? അപ്പം എല്ലാവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളൊരു യുണീക്ക് ആയിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കും നിങ്ങളുടെ ഡിസൈഡ് സ്കോർ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ, ഫോർ എക്സാമ്പിൾ, ലൈക്ക് എന്താണ് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും നമുക്ക് വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. സോ നമുക്കിവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. സോ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ പറയുന്നത്, യു വിസിറ്റ് എ 76-year-old patient who was discharged few weeks ago after having spent a month in hospital following a hemorrhagic stroke. അപ്പം ഹെമറേജിക് സ്ട്രോക്കിന് ശേഷം പേഷ്യൻ്റ് ഇപ്പോൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. 76-year-old പേഷ്യൻ്റ് ആണ്. ഏജ് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ നമ്മളിവിടെ ഹോം വിസിറ്റിന് വന്നിരിക്കുകയാണ്. സോ നമ്മുടെ വിസിറ്റിൻ്റെ സമയത്ത് പേഷ്യൻ്റ് നമ്മളോട് പറയുകയാണ് പേഷ്യൻ്റ് പ്രോബ്ലംസ് ഉണ്ട് ബവൽ ഓപ്പൺ ചെയ്യുന്നതിൽ, അതുപോലെ തന്നെ അതിൻ്റെ അഡ്വൈസ് എടുക്കുകയാണ്. നമ്മൾ ഡയറ്ററി ചേഞ്ചസും ലാക്സേറ്റീവ്സും അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് കൺഫേം റീസൺ ഫോർ യുവർ വിസിറ്റ്. സോ നമ്മൾ ഡെയിലി ചെക്കപ്പിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പേഷ്യൻ്റ് എങ്ങനെ ഇപ്പോൾ ഇരിക്കുന്നു എന്നുള്ളൊരു കാര്യം, ഹൗ ഹീ ഈസ് ഫീലിംഗ്. സോ ഈ ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാനുണ്ട്. ഇത് റിലേറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് മൊബിലിറ്റി ആൻഡ് സ്ട്രെങ്ത്. സോ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്കറിയാം ഹെമറേജിക് സ്ട്രോക്ക് ആണ്. സോ അപ്പോൾ അവിടെ കോംപ്രമൈസ്ഡ് ആയിട്ടുണ്ട് മൊബിലിറ്റി, അതുപോലെ തന്നെ സ്ട്രെങ്ത്തും, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും ഇങ്ങനെയായിരിക്കും പ്രസൻറ്റ് ചെയ്യുക. സോ നമ്മൾ എന്ത് പ്രസൻറ്റ് ചെയ്യും? ഗുഡ് മോർണിംഗ്, മൈ നെയിം ഇസ് ടിൻസി തോമസ്, ഐ എം ഹിയർ ടു വിസിറ്റ് മിസ്റ്റർ ജോൺ. ഇസ് ഇറ്റ് മിസ് ജോൺസ് ഹൗസ്, അല്ലേ? ഈ ഒരു രീതിയിലായിരിക്കും മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസും എന്തായാലും പ്രസൻറ്റ് ചെയ്യുക. സോ അപ്പോൾ ഇതിൽ നിന്ന് യുണീക്കായിട്ട് നമുക്ക് എങ്ങനെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റും? ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പം ഓൾറെഡി ഇതിനകത്ത് 1-2 സ്ട്രൈക്കിംഗ് വേർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പേഷ്യൻ്റ് ഏജ് 76 ആണ്. പേഷ്യൻ്റ് റീസെൻ്റ്ലി എന്ത് ചെയ്തിരിക്കുകയാണ്? ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് 1-2 കാര്യങ്ങൾ എന്താണ്? മൊബിലിറ്റി സ്ട്രെങ്ത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. സോ സംതിങ് ഇസ് സ്ട്രൈക്കിംഗ് ദർ, റൈറ്റ്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് രീതിയിലാണ് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുക? നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പേഷ്യൻ്റെ വീട്ടിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അത്തരത്തിൽ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കോൺവെർസേഷനെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, സോ നമുക്ക് പറയാം, ഗുഡ് മോർണിംഗ് മിസ്റ്റർ ജോൺ, it is very pleasure to meet you in your own home, അല്ലേ? By the way, I am Tincys Thomas, the home health nurse. I have been asked to talk to you by your doctor. How are you feeling today? അപ്പോൾ നമുക്ക് പേഷ്യൻ്റെ ഓൾറെഡി നമുക്ക് എന്താണ് നമ്മുടെ പേഷ്യൻ്റെ വീടിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കോൺവെർസേഷനെ സ്റ്റാർട്ട് ചെയ്യാം. കാരണം പേഷ്യൻ്റ് റീസെൻ്റ്ലി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. സോ ഡിസ്ചാർജ്ഡ് ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ്? മൊബിലിറ്റി കോംപ്രമൈസ്ഡ് ആണ്. സോ ഈ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ഇൻട്രൊഡക്ഷനെ ഒരു യുണീക്ക് ആയിട്ടുള്ള വേയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. സോ ഇവിടെ ഹോസ്പിറ്റൽ ആക്സിഡൻറ്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. സോ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിനെയും ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് ചിലപ്പം പേഷ്യൻ്റ് വരിക ചെസ്റ്റ് പെയിൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വിസിബിൾ ആയിട്ടുള്ള ഇഞ്ചുറി ആയിരിക്കാം. സോ ആ ഒരു സമയത്ത് നമ്മൾ ഒരിക്കലും ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്റ്റ് ആയിട്ട് ടാസ്കിലേക്ക് നമ്മൾ കടക്കരുത്. ഫസ്റ്റ് നമ്മൾ നമ്മുടെ പേഷ്യൻറ്റിനെ എന്ത് ചെയ്യണം? നമ്മൾ കംഫോർട്ട് ചെയ്യണം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള കംഫോർട്ട് കൊടുത്തതിന് ശേഷം മാത്രം വേണം നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ടാസ്കിലോട്ട് കടക്കാനും. സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ നോക്കാം. സോ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്, യു സി എ 22-year-old പേഷ്യൻറ്റിനെ നമ്മൾ കാണുവാണ്. സോ സഡൻലി പേഷ്യൻ്റ് എന്തായിപ്പോയി? ഇല്ലായി, ഫീലിംഗ് ഇല്ലാണ്. സോ ഫുട്ബോൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫ്രണ്ട്സ് എന്ന് കൊണ്ടുവന്നിരിക്കുകയാണ്. ബ്രോട്ട് ടു ദ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ബൈ ഫ്രണ്ട്സ് ആണ്. നമ്മൾ ഹീറ്റ് എക്സോഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഫസ്റ്റ് ടാസ്ക് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്, ഫൈൻഡ് ഔട്ട് പേഷ്യൻറ്റ് റീസൺ ഫോർ അറ്റൻഡിങ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഈ റീസൺ ആണ് നമുക്ക് എടുക്കാനുള്ളത്. സോ നമുക്ക് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ്, അല്ലെ, എല്ലാം ഇപ്പോഴും നമ്മൾ ഒരു ക്ലീഷേ ആയിട്ടുള്ളൊരു ഡയലോഗാണ് നമ്മൾ പറയാറ്. ഹായ്, മൈ നെയിം ഇസ് ടിൻസി തോമസ്, വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സ് വർക്കിംഗ് ഇൻ ദിസ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ടുഡേ, അല്ലേ? എല്ലാവരും ഈ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യാറ്. സോ അപ്പോൾ അതിൽ നിന്നും ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ നിന്നും ആവശ്യമായിട്ടുള്ള നമുക്ക് ലിങ്കുകൾ അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള ഹിൻറ്റഡ് വേർഡ്സുകൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നമ്മുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷനെ നമ്മൾ ഏറ്റവും നല്ല ബെസ്റ്റ് ഇംപ്രഷനായിട്ട് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഇംപ്രഷൻ കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. സോ നമുക്കിവിടെ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം? നമുക്ക് പറയാം, യെസ് പ്ലീസ് കം ഇൻ, ലേ ഡൗൺ ഓൺ ദിസ് കോട്ട് ആൻഡ് ഫീൽ കംഫർട്ടബിൾ. മൈ നെയിം ഇസ് ടിൻസി, ഐ ആം ദി ഡ്യൂട്ടി നഴ്സ്, അല്ലേ? അല്ലെങ്കിൽ നമുക്ക് പറയാം, ഐ ആം എ നഴ്സ് ഓൺ ഡ്യൂട്ടി ഹിയർ ഇൻ ദിസ് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. ഡോണ്ട് വറി, ഐ വിൽ ഡു ദി നീഡ്ഫുൾ. പ്ലീസ് ടെൽ മീ വാട്ട് യുവർ നെയിം.
ഇൻ യുവർ ഓൺ ടൈം കുഡ് യു പ്ലീസ് ഡിസ്ക്രൈബ് വാട്ട് ഹാപ്പൻ. സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് പേഷ്യൻറ്റിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം അല്ലേ. സോ ഫസ്റ്റ് പേഷ്യൻറ്റ് നമ്മൾ കംഫർട്ടബിൾ ആക്കി അതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ടാസ്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഓൾവേസ് നമ്മുടെ പേഷ്യൻറ്റിനെ കംഫർട്ടബിൾ ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് ഓപ്പണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. സോ അപ്പോൾ ആ ഒരു കാര്യം ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. സോ നെക്സ്റ്റ് നമുക്കൊരു ഡേ ക്ലിനിക്കിലാണെങ്കിലോ, സോ ഇവിടെ നമുക്ക് ഡേ ക്ലിനിക്കാണ് തന്നിരിക്കുന്നത്. സോ പേഷ്യൻറ്റ് 51 ഇയർ ഓൾഡ് ആണ്. സോ പേഷ്യൻറ്റ് ഓൾറെഡി എന്തുണ്ടായിരുന്നു, ലീഷൻ ഉണ്ടായിരുന്നു, അത് റിമൂവ് ചെയ്തു. കാരണം എന്തായിരുന്നു, പേഷ്യൻറ്റ് ഫോളോവിങ് എന്തിനു ശേഷമാണ് സ്ക്വാമസ് സെൽ കാർസിനോമ ഇവിടെ കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനുശേഷം ലീഷൻ റിമൂവ് ചെയ്തു. സോ നമ്മുടെ അടുത്ത് പറയുകയാണ് അതിനുശേഷം ഹി ഓർ ഷി വാസ് ഓവർ എക്സ്പോസ്ഡ് ടു സൺ ഇൻ ഹിസ് എന്താണ് ഓർ ടീൻസിൽ അദ്ദേഹം എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ പേഷ്യൻറ്റ് ഹാസ് കം ടു റിമൂവ് ദ സ്റ്റിച്ചസ്. റൈറ്റ് നൗ പേഷ്യൻറ്റ് വന്നിരിക്കുന്നത് എന്തിനാണ്, സ്റ്റിച്ചസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ഫസ്റ്റ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് എന്താണ്, കൺഫേം ദ റീസൺ ഫോർ ദ വിസിറ്റ്. സോ റിമൂവൽ ഓഫ് സ്റ്റിച്ചസിനാണ് പേഷ്യൻറ്റ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ കൺഫേം ചെയ്യണം. അതുപോലെ വൂണ്ട് ക്ലീനിങ്ങും റീഡ്രസ്സിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ എക്സിട്ര ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. സോ അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഏറ്റവും ആപ്റ്റായ രീതിയിൽ നമുക്ക് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക. സോ നമുക്ക് പറയാം, ഹായ് മിസ്റ്റർ മാർട്ടിൻ, ഹാവ് യുവർ സീറ്റ് അല്ലേ. പേഷ്യൻറ്റ് നമ്മൾ കംഫർട്ടബിളായി. ഗുഡ് ടു സീ യു എഗെയിൻ. നമ്മൾ എന്ത് ചെയ്തു, പേഷ്യൻറ്റുമായിട്ടൊരു റാപ്പോ മെയിൻറ്റെയിൻ ചെയ്തു. ഐ വാസ് ഇൻഫോംഡ് ഓഫ് യുവർ സ്യൂച്ചർ റിമൂവൽ. എന്നെ നിങ്ങളുടെ സ്യൂച്ചർ റിമൂവലിനെ കുറിച്ച് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ബൈ ദ വേ ഐ എം ടിൻസി. സോ അതിൻ്റെ ഇൻ ബിറ്റ്വീനിലാണ് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വർക്കിംഗ് ഇൻ ദസ് ക്ലിനിക്. ഈ ക്ലിനിക്കിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. സോ നൗ യു ആർ ഹിയർ ഫോർ ദ ഫോളോ അപ്പ്, റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫോളോ അപ്പിനല്ലേ വന്നിരിക്കുന്നത്, ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു യുണീക്കായ രീതിയിലൂടെ നമുക്ക് നമ്മളെ പ്രസൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ടാസ്കിനെ നമുക്ക് അപ്രോച്ച് ചെയ്യുകയും ചെയ്യാം. അപ്പം ഈ എപ്പോഴും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു യുണീക്കായ വേയിലൂടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ ആവശ്യമായിട്ടുള്ള ലിങ്കുകളെ എടുത്തതിന് ശേഷം അതുമായിട്ട് കണക്ട് ചെയ്ത് ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ എല്ലാവർക്കും തന്നെ അവരവരുടെ ഡിസൈർഡ് സ്കോർ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതിന് നമ്മൾക്ക് വേണ്ടത് എന്താണ്, നമുക്ക് എന്നും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അല്ലേ. അതിന് നമുക്കൊരു അസിസ്റ്റൻസും കൂടെ വേണം. അപ്പം നമ്മുടെ ടിൻസീസ് അക്കാഡമിയിൽ ഏറ്റവും കൂടുതൽ റോൾ പ്ലേ കാർഡുകളാണ് നമ്മൾ ഒരു സ്റ്റുഡൻസിന് ഒരു ഇൻറ്റൻസീവ് ട്രെയിനിങ് സെക്ഷനിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ ചാനൽ ടിൻസീസ് അക്കാഡമി.